മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കമ്പനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ 1 മന്ത് പീക്കിൽ നിന്ന് 16% താഴേക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് എന്താണ്? ഈ റീസൺസ് ശരിക്കും സ്ട്രോങ് ആണോ ഈ ഒരു വലിയ കറക്ഷന്? മാത്രമല്ല, നിങ്ങൾ ഈ സ്റ്റോക്ക് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനിയും വാങ്ങണോ? ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ ഈ ഒരു ഡിപ്പ്? അല്ലെങ്കിൽ ഇനിയും സ്റ്റോക്ക് താഴേക്ക് പോകാനാണോ ചാൻസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്ന ഒരു കാര്യം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, എല്ലാം ഒരു എഡ്യൂക്കേഷൻ ഫോർമാറ്റിൽ ഒരു കേസ് സ്റ്റഡി ഫോർമാറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി നോക്കാം. സ്റ്റോക്ക് പ്രൈസ് കറക്ഷന് ട്രിഗർ ചെയ്ത കാരണങ്ങൾ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കമ്പനി ബേസിക്കലി എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ കാര്യം 1880s ഈ കമ്പനി ആക്ച്വലി തുടങ്ങിയെങ്കിലും 1997 ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയത്. പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിൽ 2008 പബ്ലിക്കലി ലിസ്റ്റഡ് ചെയ്തത്. ഓക്കെ, പിന്നെ ഈ കമ്പനിയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സും സീനിയർ മാനേജ്മെൻറ്റും ഒക്കെ ഒരു ഫാമിലി ഓൺ ബിസിനസ് സ്റ്റൈലാണ് ഉള്ളത്. പിന്നെ ഈ കമ്പനിയുടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള റവന്യൂ സ്റ്റോക്ക് പ്രൈസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കലി 10 ഇയേഴ്സിനെ നോക്കുകയാണെങ്കിൽ 10 ഇയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ CAGR റവന്യൂ 10% ആണ്, വിച്ച് ഇസ് ഓക്കെ. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലാണ്, 18% ആണ്. സ്റ്റോക്ക് പ്രൈസും അതിനോടനുസരിച്ച് തന്നെ കൂടിയിട്ടുണ്ട് അല്ലേ? ഈവൻ അതിനേക്കാളും കൂടുതലാണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്, 27% ആണ് 10 ഇയേഴ്സിൽ CAGR, വിച്ച് ഇസ് വെരി ഗുഡ്. പക്ഷേ നമ്മൾ ലാസ്റ്റ് 3 ഇയേഴ്സ് ഡേറ്റ നോക്കുകയാണെങ്കിൽ റവന്യൂ 6% ഉള്ളൂ, പ്രോഫിറ്റും പോരാ. എന്നാൽ സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം അത് 2021 മുതൽ 2024 വരെ നടന്ന ആ ബുൾ റണ്ണിൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയി, പക്ഷേ റവന്യൂ നമ്പേഴ്സും പ്രോഫിറ്റ് നമ്പേഴ്സിലും ഗ്രോത്ത് വലിയ കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് ട്രെയിലിംഗ് 12 മന്ത്സ് നോക്കുകയാണെങ്കിൽ വീണ്ടും ആ ഗ്രോത്ത് റവന്യൂവിലും പ്രോഫിറ്റിലും തിരിച്ച് വരുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെ ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനുണ്ട്. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ IPO സമയത്ത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ പൈസ 12 ഇരട്ടിയായിട്ടുണ്ടാവും, വിച്ച് ഇസ് ഇൻ ലൈൻ വിത്ത് ആ 27% CAGR, വിച്ച് ഇസ് ഓൾസോ വെരി ഗുഡ്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു വെൽ പെർഫോമിംഗ് സ്റ്റോക്കാണ്. ഷോർട്ട് ടേമിലും ലോങ് ടേമിലും ഒക്കെ നല്ലൊരു പെർഫോമിംഗ് സ്റ്റോക്കാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കമ്പനിയുടെ റവന്യൂ മിക്സ് ആണ്. അതായത് കമ്പനി ഒരു NBFC കമ്പനിയാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ബേസിക്കലി ആൾക്കാർക്കൊക്കെ ലോൺ കൊടുക്കുന്ന കമ്പനിയാണ്. അതിൽ തന്നെ ഗോൾഡ് ലോണാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 80 to 85% ഈ കമ്പനിയുടെ റവന്യൂ മൊത്തം വരുന്നത് ഗോൾഡ് വാങ്ങി വെച്ചിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ കൊടുക്കുന്ന ബിസിനസ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ള കമ്പനീസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേ NBFC ആയിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പം മുത്തൂറ്റ് ആയിക്കോട്ടെ, മണപ്പുറം, ബജാജ്, ശ്രീരാം, ചോളമണ്ഡലം ഒക്കെ സിമിലർ ആയിട്ടുള്ള NBFCs ആണ്. പക്ഷെ എല്ലാം ഇതുപോലെ സെയിം പ്രൊഫൈൽ ആയിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഈ നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസ് 80% ആണ് ഗോൾഡ് ലോണെങ്കിൽ മണപ്പുറം 50% സംതിങ് ഉള്ളൂ, ബജാജ് ഫിനാൻസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു മിക്സിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ഡേറ്റ നോക്കുകയാണെങ്കിൽ PE റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസ് ഏതാണ്ട് നടുവിലാണ് വരുന്നത്. കാരണം അതിനേക്കാളും വളരെ താഴെയുള്ള കമ്പനീസും ഉണ്ട്, മുകളിലുള്ള കമ്പനീസും ഉണ്ട്. അപ്പോൾ ഒരു മിഡ് ലെവലിലാണ് വരുന്നത്. ഹൈലി ഓവർ വാല്യൂഡോ ഹൈലി അണ്ടർ വാല്യൂഡോ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഇടയിലാണ് വരുന്നത്. പ്രൈസ് ടു ബുക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ലെവലാണുള്ളത്. നമ്മൾ NBFCസും ബാങ്കിങ് കമ്പനീസും നോക്കുമ്പോൾ കൂടുതൽ നമ്മൾ പ്രൈസ് ടു ബുക്കാണ് നോക്കുക. അവിടെ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു മിഡ് ലെവലിലാണ് വരുന്നത്. ROA നോക്കുകയാണെങ്കിൽ, റിട്ടേൺ ഓൺ അസറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഈ സെഗ്മെന്റിൽ ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസിനാണുള്ളത്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് ആക്ച്വലി ഹോൾഡ് ഒന്നും ചെയ്യുന്നില്ല, ഒരു ഫ്ലോയിൽ പറയുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ PE ഒരു മിഡ് ലെവലിലാണ്, PBയും മിഡ് ലെവലിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ROA കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷേ വാല്യുവേഷനിൽ ഒരു മിഡ് ലെവലിലാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ 16% കറക്ഷന് ലീഡ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? ഈ കമ്പനിയിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നം നടക്കുന്നുണ്ടോ, അതല്ല വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണോ? അപ്പോൾ വളരെ ക്ലിയർ ആണ്. അത് RBI പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നു ഗോൾഡ് ലോൺ സെഗ്മെന്റിൽ. ആ റെഗുലേഷൻസ് ബേസിക്കലി എന്തായിരിക്കും സംഭവിക്കുക? ആ റെഗുലേഷൻസും കൂടെ നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസും അതുപോലെ ബാക്കിയുള്ള കമ്പനീസും പാലിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പാലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൽ ലോങ് ടേമിൽ വലിയ രീതിയിൽ ബാധിക്കില്ലെങ്കിലും ഷോർട്ട് ടേമിൽ എന്തായാലും ബാധിക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ റെഗുലേഷൻസ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം. ഫസ്റ്റ് റെഗുലേഷൻ RBI കൊണ്ടുവന്നിരിക്കുന്നത് LTV ക്യാപ്പ് ഓഫ് 75% ത്രൂ ഔട്ട് ലോൺ ടെന്യൂർ. LTV എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലോൺ ടു വാല്യൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. ഒരു കസ്റ്റമർ വന്നു, അയാൾ ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം വേർത്ത് ആയിട്ടുള്ള ഗോൾഡ് മുത്തൂറ്റ് ഫിനാൻസിന് കൊടുത്തു. ഈ 75% LTV ഉള്ള സ്ഥിതിക്ക് മുത്തൂറ്റിന് ആ 1 ലക്ഷം ഗോൾഡ് വാങ്ങിച്ചു വെച്ചിട്ട് എത്ര ലോണേ കൊടുക്കാൻ പറ്റുള്ളൂ? വെറും 75,000, അഥവാ 75% ഓഫ് ഈ ഗോൾഡിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഇതൊരു പുതിയ റൂളൊന്നുമല്ല, അത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ലിമിറ്റ് തന്നെയായിരുന്നു. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ത്രൂ ഔട്ട് ടെന്യൂർ, ലോൺ കൊടുക്കുന്ന മുഴുവൻ സമയത്തും, അതായത് ലോൺ കൊടുക്കുന്ന സമയം മുതൽ ലോൺ തിരിച്ചടയ്ക്കുന്ന സമയം വരെ അത് പാലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ റൂൾ ഇതിന് മുൻപ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി വിചാരിക്കുക, ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് താഴേക്ക് വീണു. അപ്പോൾ ഈ 1 lakh വെച്ചിരിക്കുന്ന ഗോൾഡ് ഇപ്പോൾ ഒരു പക്ഷേ എന്താണ് 95,000 വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോഴും ആ 75% ആ LTV മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് 95,000 75% നോക്കിയാൽ വെറും 71,250 ഉണ്ടാവുള്ളൂ. അപ്പം ആ കൊടുത്ത ലോണ്
ചിലപ്പോൾ 75,000 ആയിരിക്കും. അതിന് ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് ഈ 71,000 മുകളിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മുത്തൂറ്റ് ഫിനാൻസ് ഈ പുതിയ റെഗുലേഷൻ പ്രകാരം എന്ത് ചെയ്യേണ്ടി വരും? അവർ 1% ഈ മൊത്തം ലോണിൻ്റെ വാല്യൂവിൻ്റെ 1% അവർ പ്രൊവിഷൻ ആയിട്ട് കാണിക്കേണ്ടി വരും. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എക്സ്പെൻസ് ആണ്. അതായത് ഒരു ലോൺ നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിലാണ് നമ്മൾ പ്രൊവിഷൻ കാണിക്കുക. അപ്പോൾ ആ രീതിയിൽ കാണിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഇതൊരു എക്സ്പെൻസ് ആയിട്ടായിരിക്കും വരും. ഓവറോൾ പ്രോഫിറ്റിനെ ഷോർട്ട് ടേമിൽ ഇത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ലോങ് ടേമിൽ ആ പൈസ വീണ്ടും തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഈ എക്സ്പെൻസ് എന്നാണ് വീണ്ടും കോമ്പൻസേറ്റ് ചെയ്തിട്ട് റവന്യൂവും പ്രോഫിറ്റ് ആയിട്ട് എക്സ്ട്രാ പിന്നീട് കിട്ടും. പക്ഷേ ഷോർട്ട് ടേമിൽ എന്തായാലും ഇത് ബാധിക്കും. ഇതുകൂടാതെ വേറെ പല കാര്യങ്ങളുണ്ട്. ബുള്ളറ്റ് റീപേയ്മെൻറ്റ്, അതായത് ബേസിക്കലി ഒരു ലോൺ എടുത്തു അവസാനം കൊണ്ടുപോയിട്ട് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ ഒരുമിച്ച് അടയ്ക്കുന്ന പരിപാടിയാണ് ഈ ബുള്ളറ്റ് റീപേയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ 75% ത്രൂ ഔട്ട് ദി ലോൺ, അതായത് അവസാനം അടയ്ക്കുന്നവരെ ഈ 75% മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള പുതിയ റൂള് അതൊരു പ്രശ്നമായിരിക്കും. കാരണം ബുള്ളറ്റ് റീപേയ്മെൻറ്റ് എല്ലാം കൂടെ അവസാനം കൊടുക്കുമ്പോൾ അപ്പോഴും ഈ 75% സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പുതിയ റൂൾ പ്രകാരം അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വീണ്ടും 1% പ്രൊവിഷൻ ആയിട്ട് അഥവാ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടി വരും. ഇതുകൂടാതെ ഓണർഷിപ്പ് വെരിഫിക്കേഷൻ, അതായത് ഒരാൾ ഗോൾഡ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ, ലോണിന് വെക്കുകയാണെങ്കിൽ അത് അയാളുടെ തന്നെ ഗോൾഡ് ആണോ എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രൂഫും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. നോ ഡുവൽ യൂസേജ് ഓഫ് സെയിം ഗോൾഡ്, അതായത് ഒരാൾ ബിസിനസ് ലോണിനും പേഴ്സണൽ ലോണിനും വേണ്ടിയിട്ട് ഒരേ ഗോൾഡ് ഒരിക്കലും വെക്കാൻ പറ്റില്ല. ഇതുകൂടാതെ എൻഡ് യൂസർ മോണിറ്ററിങ്, അതായത് ഒരാൾ ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് വെച്ചിരിക്കുന്നെങ്കിൽ ഈ മുത്തൂറ്റ് ഫിനാൻസ് ആക്ച്വലി വെരിഫൈ ചെയ്യണം ഇത് കട തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണോ. അതുകൂടാതെ അത് എടുത്തു കഴിഞ്ഞിട്ട് ആ ഓപ്പറേഷൻസ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കടയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യേണ്ടി വരും? അവർ വെരിഫൈ ചെയ്യേണ്ടി വരും ഈ പുതിയ റൂൾ പ്രകാരം. ഒബ്വിയസ്ലി ഇതൊക്കെ ചിന്ത ചെയ്യാന്ന് വെച്ചാൽ ബിസിനസ്സിനെ മൊത്തത്തിൽ ഡിസ്റപ്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിലും ഇവരുടെ ഓവറോൾ കോസ്റ്റ് കൂടും. കാരണം മുത്തൂറ്റ് ഫിനാൻസ് അതിന് വേണ്ടി ആൾക്കാരെ വെക്കേണ്ടി വരും. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ഓവറോൾ എന്താണ് ബിസിനസ് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് കാര്യം ഇന്റേണൽ പോർട്ട്ഫോളിയോ ലിമിറ്റ്സ്, അതായത് ഗോൾഡ് ലോൺ ഇത്രേ പാടുള്ളൂ, മറ്റേ ലോൺ ഇത്രേ പാടുള്ളൂ എന്നുള്ള ഇന്റേണൽ പോർട്ട്ഫോളിയോ ലിമിറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും റെവല്യൂഷണറി ആയിട്ടുള്ള പുതിയ കൊണ്ടുവന്ന കാര്യങ്ങളല്ല. ഇതിൽ പല കാര്യങ്ങളും ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഫോർ എക്സാമ്പിൾ 75% പുതിയൊരു കാര്യമല്ല, അത് ഓൾറെഡി ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. അതിനെ കുറച്ചും കൂടി ട്വീക്ക് ചെയ്ത് കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസ് സ്റ്റോക്ക് പെട്ടെന്ന് താഴേക്ക് വീണത്. കാരണം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും അറിയാം, അനലിസ്റ്റിന് മാത്രമല്ല ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കും ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്കും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഷോർട്ട് ടേമിൽ മുത്തൂറ്റിനെ റവന്യൂവിലായിക്കോട്ടെ പ്രോഫിറ്റിലായിക്കോട്ടെ ചെറിയ രീതിയിൽ ബാധിക്കും. കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ ഈസി ആയിട്ടൊന്നും ലോൺ കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഷോർട്ട് ടേമിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഫിയറാണ് ആൾക്കാരെ ഇതിനെ സെൽ ഓഫ് ചെയ്യാനുള്ള കാരണം. കുറേ സെൽ ഓഫ് നടന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു കറക്ഷന് കാരണം. നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ ഒരു കറക്ഷൻ എത്രത്തോളം വാറന്റഡ് ആണെന്നാണ്. അതായത് ഇത്രത്തോളം കറക്ഷനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ബാക്കോട്ട് പോകാം. 2012 ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് RBI അന്നും ഇതുപോലത്തെ പുതിയ റെഗുലേഷൻസ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു 75% LTV റേഷ്യോ ഒന്ന് 60%ലേക്ക് കുറയ്ക്കേണ്ടി വരുന്നു. അതായത് 1 ലക്ഷം രൂപയുടെ ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ 60,000 റുപ്പീസ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. മണപ്പൂർ ആയിക്കോട്ടെ മുത്തൂറ്റ് ആയിക്കോട്ടെ രണ്ടും ക്രാഷ് ചെയ്തു സ്റ്റോക്ക്. മണപ്പൂർ ഒരു ദിവസം കൊണ്ട് 20%, മുത്തൂറ്റ് ഓൾമോസ്റ്റ് 9% ക്രാഷ് ചെയ്തു. ഇതിന് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം പിന്നീടുള്ള ക്വാർട്ടേഴ്സിലൊക്കെ മണപ്പുറത്തിൻ്റെ പ്രോഫിറ്റും റവന്യൂ ഒക്കെ ഡ്രോപ്പ് ചെയ്തു 48%. മുത്തൂറ്റിൻ്റെയും ഓരോരോ ക്വാർട്ടറിലും AUM അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാധനം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അന്ന് ഈ കുറഞ്ഞ സ്റ്റോക്ക് പ്രൈസ് ആക്ച്വലി വാറന്റഡ് ആയിരുന്നു. ഇതിനൊരു ജസ്റ്റിഫയബിൾ ആയിരുന്ന റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. അതായത് ഒരു സ്റ്റോക്ക് പ്രൈസ് പെട്ടെന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്, ഓവറോൾ മാർക്കറ്റ് മണ്ടന്മാരാണ്, ഞാനത് വാങ്ങിയെടുക്കും എന്നുള്ള ചിന്താഗതി എപ്പോഴും വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം അന്ന് ഇത് സംഭവിച്ചപ്പോൾ ആക്ച്വലി റവന്യൂസും പ്രോഫിറ്റൊക്കെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രാഷ് അന്ന് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനി ചോദ്യം, അതേ സിറ്റുവേഷനിലാണോ നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത്? ഒബ്വിയസ്ലി അല്ല. കാരണം അന്ന് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആവുന്നു. 75% 60% ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് ഈ ഒരു LTV ക്യാപ്പ് 75% ഓൾറെഡി ഉണ്ട്. ഇത് പുതിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ മുത്തൂറ്റിൻ്റെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ LTV ഓൺ ആൻ ആവറേജ് 68% ഉള്ളൂ. പക്ഷെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ത്രൂ ഔട്ട് ലോൺ ടെന്യൂർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് ആ ഫ്ലെക്സിബിലിറ്റി കുറയും. ഒരു മിനിമൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷെ അത് അന്നത്തെ പോലെ വലിയൊരു പ്രോഫിറ്റ് ഗ്രോത്തിലും അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്തിലും വലിയൊരു ഇടിവ് ഇതുണ്ടാക്കാൻ ചാൻസ് ഇല്ല. ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങളിലും ബുള്ളറ്റ് റീപേയ്മെൻറ്റ് ആയിക്കോട്ടെ, അതുപോലെ എൻഡ് യൂസർ മോണിറ്ററിംഗ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും ഓൾറെഡി ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന NBFCs ഫോളോ ചെയ്യുന്നതാണ്.
പക്ഷെ അതിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അതിനുവേണ്ടി കുറച്ചും കൂടി കോസ്റ്റ്, കാരണം ആൾക്കാരെ വെക്കേണ്ടി വരും. ഓപ്പറേഷണലി അത് കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഓരോരോ കാര്യങ്ങൾ പ്രോസസ്സ് അവർ കൊണ്ടുവരേണ്ടി വരും. അതിൻ്റെ കോസ്റ്റ് തീർച്ചയായിട്ടും കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫ്ലെക്സിബിലിറ്റിയും ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കുറയാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും പല അനലിസ്റ്റും ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പ്രൈസ് 1 ഇയർ ടാർഗറ്റ് പ്രൈസൊക്കെ 2400 എന്നൊക്കെ 2250 ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല നമ്മൾ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ അനലിസ്റ്റ് ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ഇമ്പാക്റ്റ് ആണ് കാണുന്നത്. കുറേ പേര് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് പറഞ്ഞ് ബൈ ചെയ്യാനും പറയുന്നില്ല, കുറേ പേര് ഇത് സെല് ചെയ്യാനും പറയുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് അനലിസ്റ്റ് പറയുന്നത്. ഇനി ഇവർ പറയുന്ന കാര്യത്തിൽ ഒരു സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ പൊതുവേ ഒരു ബയസ്ഡ് ആയിരിക്കും. കൂടുതൽ അവർ ബൈ എന്നാണ് പൊതുവേ പറയാറ്. കാരണം അവർക്ക് ബൈ ചെയ്യുന്നതിനാണ് അവർക്ക് എപ്പോഴും ഇൻസെൻറ്റീവ് ഉണ്ടാവുക. ഇത് സെൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കോമൺ സെൻസിക്കലായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും ഈ കാര്യങ്ങൾ ലോങ് ടേമിലേക്ക് ആക്ച്വലി നല്ലതാണ്. ഇപ്പോൾ ബാങ്കിങ്ങിലായിക്കോട്ടെ, NBFC സെക്ടറിലായിക്കോട്ടെ, ഇതുപോലത്തെ റെഗുലേഷൻസ് കൊണ്ടുവരുന്നത് ആ ഇൻഡസ്ട്രിക്കും ആ ഇൻഡസ്ട്രിയിലെ ആശ്രയിക്കുന്നവർക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഗോൾഡ് ലോൺ എടുക്കാൻ പോകുന്നതാണ്, എനിക്ക് RBIയുടെ നല്ല റെഗുലേഷൻസ് ആ കമ്പനി ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കുമ്പോൾ, അല്ലെ എനിക്ക് വിശ്വാസം അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് വിശ്വാസം വരിക. അപ്പോൾ ഓവറോൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്കും അതുപോലെ തന്നെ കമ്പനീസിനും കുറച്ചുകൂടി നല്ലതാണ് ഇതുപോലത്തെ റെഗുലേഷൻസ് വരുന്നത്. ബാങ്കിങ്ങിലും ഇതുപോലെ പല റെഗുലേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്തൊക്കെ ആ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ താഴേക്ക് ഇടിഞ്ഞെങ്കിലും ലോങ് ടേമിൽ ബാങ്കിങ് സ്റ്റോക്സും NBFCs ഒക്കെ ഗ്രോത്തേ തന്നിട്ടുള്ളൂ. അപ്പോൾ ലോങ് ടേമിൽ നല്ലതാണ്. പക്ഷേ ഓബ്വിയസ്ലി ഷോർട്ട് ടേമിൽ ഇതൊരു ഇൻഡസ്ട്രിക്ക് ഒരു മോശം എഫക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും കോസ്റ്റൊക്കെ കൂടുന്നതുകൊണ്ട് മുത്തൂറ്റ് ഫിനാൻസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഓരോരോ NBFCs ആയിക്കോട്ടെ ചെറിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യും. മുത്തൂറ്റ് ഫിനാൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ കാരണം ഗോൾഡ് പോർട്ട്ഫോളിയോ അവരുടെ 80% ഉണ്ട്, ബാക്കിയുള്ള കമ്പനീസിന് അത്രത്തോളം ഇല്ല. അപ്പോൾ അതാണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സ്റ്റോക്ക് ഇത്രയും താഴേക്ക് വീണത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുകയാണ്, ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി പോലെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും കൂടി ചിന്തിക്കണം, അത്രത്തോളം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു കമ്പനിയുടെ 5 ഇയർ മീഡിയൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൺലി 3.2. ഇപ്പോൾ നോക്കുകയാണ് 3.05 ആണ്. അതായത് മീഡിയൻ്റെ തൊട്ട് താഴെയുള്ളൂ. ഭയങ്കര രീതിയിൽ അണ്ടർ വാല്യൂഡ് ഒന്നല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ 2023 നോക്കുകയാണെങ്കിൽ 1.9 വരെ പോയിട്ടുണ്ടായിരുന്നു. 1.9 എന്ന് പറഞ്ഞാൽ സീരിയസ്ലി അണ്ടർ വാല്യൂഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ലെവലിൽ ബൈ ഓൺ ഡിപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒബ്വിയസ്ലി ആയിരിക്കില്ല. കാരണം അത്രത്തോളം അണ്ടർ വാല്യൂഡ് ഒന്നും ആയിട്ടില്ല ഈ ഒരു കമ്പനി. ഇങ്ങനത്തെ പല സിനാരിയോസ് നമ്മൾ ഇതിന് മുൻപും കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ കുറച്ച് നാൾ മുമ്പ് 2 വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കല്യാൺ ജ്വല്ലേഴ്സ് സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത സമയത്ത്, അതുപോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സമയത്ത്. അപ്പോഴൊക്കെ പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതൊരു ബൈ ഓൺ ഡിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇപ്പോഴും ഈ 2 സ്റ്റോക്സും അന്നത്തെ ആ ഒരു കറക്ഷന് ശേഷം തിരിച്ചതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ബൈ ഓൺ ഡിപ്പ് എന്നുള്ള ആ ഒരു ലോജിക്ക് എപ്പോഴും വർക്കില്ല. ചില സാഹചര്യങ്ങളിൽ ഇതുപോലെയൊക്കെ ആകുമ്പോൾ ആ ഒരു സ്റ്റോക്ക് പ്രൈസ് കറക്ഷന് ആക്ച്വലി റീസൺസ് ഉണ്ട്. 16%ഓളം അത്രത്തോളം കറക്ഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ്റെ അവിടെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഷോർട്ട് ടേമിൽ എന്തായാലും റവന്യൂസും പ്രോഫിറ്റും ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഇനി ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് വീഡിയോ അല്ല. പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി 2-3 പോയിന്റ്സ് വേണം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, ടെക്നിക്കലി ഈ സ്റ്റോക്ക് ആക്ച്വലി വീക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് വോളിയം ഓഫ് സെല്ലിംഗ് ആണ്. ആ ഹ്യൂജ് വോളിയം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പെർട്ടിക്കുലർലി നമ്മളിപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രംപിൻ്റെ ആ ഒരു 90-day പോസിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിഫ്റ്റി ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്ത് ഈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഇതിൽ ഭയങ്കര പ്രൈസ് ടിപ്പ് ഇനിയും ചാൻസ് ഇല്ല. പക്ഷേ വീണ്ടും നിഫ്റ്റി താഴേക്ക്, ഓവറോൾ മാർക്കറ്റ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ താഴേക്ക് പോകുക. കാരണം ഓൾറെഡി ഇത് ആൾക്കാർക്ക് സെൻറ്റിമെൻറ്റ്സ്, വീക്കായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് ഹ്യൂജ് സെൽ ഓഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റോക്ക് വീണ്ടും താഴേക്ക് പോകാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്ക് ഷോർട്ട് ടേമിലേക്ക് ഭയങ്കര വീക്കാണ്. എന്നാൽ നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്കാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു റവന്യൂ ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത് എല്ലാം ലോങ് ടേമിൽ നല്ല മെട്രിക്സ് എന്നതാണ്. അത് ഷോർട്ട് ടേമിൽ ഇനി അങ്ങോട്ടും 2-3 ഇയേഴ്സിൽ ഇനി അങ്ങോട്ട് പോകുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയാണ്. ROA അതുപോലെ പല മെട്രിക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു പെർഫോമിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇനി എങ്ങനെയാണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ ഫണ്ടമെൻ്റലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഓക്കെ, ലാസ്റ്റ് കാര്യം, ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചാടിക്കറി ഇത് വാങ്ങുന്നതിന് പകരം അല്ലെങ്കിൽ ഇത് വിൽക്കുന്നതിന് പകരം ഒക്കെ
ഇനി ചെയ്യാൻ പറ്റുന്നത് മാനേജ്മെൻറ്റ് ക്ലാരിഫിക്കേഷൻ നോക്കാം. അതായത് മാനേജ്മെൻറ്റ് കമൻട്രി ഒരു PDF ഫയൽ ചിലപ്പം അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ NSEയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലേറ്റസ്റ്റ് ക്വാർട്ടർ, അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ എന്തായാലും അവരെന്ത് ചെയ്യും, ഒരു കോൺഫറൻസ് കോൾ വെക്കും. ആ കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ച് നോക്കാം. എന്നിട്ട് മാനേജ്മെൻറ്റ് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ള കാര്യം കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻസ് എടുക്കാൻ പറ്റും, ഇത് ബൈ ചെയ്യണോ വിൽക്കണോ എന്നുള്ള കാര്യം. മാത്രമല്ല ആ ഒരു കോൺഫറൻസ് കോളിൽ മാനേജ്മെൻറ്റ് ചിലപ്പോൾ പറയാം ഈ ഒരു റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നെക്സ്റ്റ് ഇയറും അതിനടുത്ത ഇയറൊക്കെ എന്തൊക്കെയായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ ഗ്രോത്ത്. അപ്പോൾ ഒരു ഗൈഡൻസും കൂടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്, ഒരു കേസ് സ്റ്റഡി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഈ സ്റ്റോക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അതും അറിയിക്കുക. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുക. ഇതുപോലെ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.